നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എമിലിയാനോ മാർട്ടിനസ് വേൾഡ് കപ്പിന് മുമ്പേ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. രണ്ടാമതൊരു വേൾഡ് കപ്പ് കൂടി നേടുകയാണെങ്കിൽ വിരമിക്കും എന്നുള്ളത്, ദേശീയ ടീമിൽ നിന്ന് വിരമിക്കും എന്നുള്ളത്. അത് പിന്നെ അങ്ങനെ ഒരു ഓണത്തിന് പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം സീരിയസ് ആയിട്ടൊരു കുറിപ്പെടുന്നു. എല്ലാം ഒന്ന് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു, മാറി നിൽക്കേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ അതിന് തയ്യാറാണ് എന്ന തരത്തിൽ തന്നെ അദ്ദേഹം പറയുന്നു. അർജന്റീൻ ദേശീയ ടീമിന് വേണ്ടി വേൾഡ് കപ്പിൽ മികച്ച പ്രകടനമാണ് താരം നടത്തിയത്. 33കാരനായിട്ടുള്ള താരം വിരലിന് പൊട്ടലുണ്ടായിട്ടും മികവ് കാണിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ 10-12 സേവുകൾ അദ്ദേഹം നടത്തി. അല്ലായിരുന്നെങ്കിൽ അർജന്റീനയുടെ വല നിറഞ്ഞേനെ എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. 2021 അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് അരങ്ങേറിയ താരം 67 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ അവരുടെ ഗോൾ വല കാത്തിട്ടുണ്ട്. അർജന്റീന 2021 കോപ്പ അമേരിക്ക, 2022 വേൾഡ് കപ്പ്, അതിനിടയ്ക്ക് ഫൈനലിസിമ, 2024 കോപ്പ അമേരിക്ക, ഇതൊക്കെ നേടിയിട്ടുള്ളതിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള താരമാണ് എമി മാർട്ടിനസ്. എമി ഇപ്പോൾ അതിശക്തമായ ഭാഷയിൽ ഒരു ചെറിയ കുറിപ്പാണ്, പക്ഷേ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ തൻ്റെ ആ ഒരു ഫീലിംഗ് വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വാക്കുകളിലേക്ക് നോക്കാം. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും വേദന, വലിയ വേദനയാണ് ഈ ഒരു പരാജയത്തിൻ്റെ കാര്യത്തിൽ. വലിയ വേദനയുണ്ട്. ദി ട്രൂത്ത് ഈസ് ദി പെയിൻ ഈസ് ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ. വേദന എന്താണെന്ന് വിശദീകരിക്കാൻ പറ്റാത്ത വേദനയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇനി റിഫ്ലക്റ്റ് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതിൽ മാറി നിൽക്കാൻ സമയമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. വാവ്, ഒരു വിരമിക്കൽ സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. മാറി നിൽക്കേണ്ടതുണ്ടെങ്കിൽ മാറി നിൽക്കും. അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും അദ്ദേഹത്തിന് 37 വയസ്സാവും. അപ്പോൾ അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, അതല്ല പുതിയ ഗോൾ കീപ്പർ ദേശീയ ടീമിന് വരണോ എന്നൊക്കെ ചിന്തിക്കും എന്നുള്ള സൂചനയാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, സോറി ഗൈസ്, ഐ ആം ട്രൂലി സോറി. കാരണം ഞാൻ എൻ്റെ പരമാവധി നമ്മുടെ രാജ്യത്തെ സഹായിക്കാൻ, ഈ ഒരു എൻ്റെ ടീംമേറ്റ്സിനെ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ കഴിഞ്ഞില്ല, കിരീടത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൽ അദ്ദേഹം സങ്കടം പറയുന്നു. അദ്ദേഹം പറയുന്നു, ഒരിക്കൽ കൂടി നമ്മൾ വിജയിക്കുക എന്നുള്ളൊരു സ്വപ്നമായിരുന്നു. അർജൻറ്റീനയിലേക്ക് ആ ഒരു കപ്പ് കൊണ്ടുവരണം, ഒരിക്കൽ കൂടി ചരിത്രത്തിൻ്റെ ഭാഗമാവണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിന് സാധിച്ചില്ല എന്നുള്ളതിൽ സങ്കടം കൂടി എമിലിയാനോ മാർട്ടിനസ് പങ്കുവെക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.